ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ ഇലവഞ്ഞിപ്പുഴയുടെ സൈഡ് വഴിയാട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര. ഇത് പോയി നമ്മൾ പുലിരാമ്പാറ പള്ളിപ്പടി വഴി പുലിരാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അപ്പോൾ എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്നറിയാവോ. ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശമാട്ടോ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്. വെള്ളപ്പൊക്കവും എപ്പോഴും ഇച്ചിരി അപകട മേഖലയൊക്കെ ആട്ടോ. എന്നാലും മഴ അധികം പെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഈ വീഡിയോ ഒക്കെ ഒന്നായിട്ട് പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. ഇതെൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടാണ്. കണ്ടില്ലേ, അവിടെ കുറച്ച് പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് കേട്ടോ. അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ മീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കലാട്ടോ. പിന്നെ കുറച്ച് ലവ് ബേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് അലങ്കാരത്തത്തകളും. അവർ നല്ല ദേഷ്യം കേട്ടോ, പരിചയമില്ലാത്തവരെ കണ്ടപ്പോൾ അവരൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ഇതാ ഇവർ തിരക്ക് പിടിച്ച് കേട്ടോ. ആട്ടുംകുട്ടിയൊക്കെ കൂട്ടിരിക്കുന്ന നായക്കുട്ടീനെ കണ്ടില്ലേ, കാർത്തി എന്നാട്ടോ അവളുടെ പേര്. പിന്നെ അവിടുത്തെ മോനും. അപ്പം മീനെ പിടിക്കുന്ന എക്സൈറ്റ്മെന്റിൽ മോൻ ഓടി വന്ന കേട്ടോ. അതിലൊക്കെ മീനുണ്ട്. പിന്നെ മീൻകുളത്തിലും ധാരാളം മീനുണ്ട് കേട്ടോ. കുളം നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് കാഴ്ചകളൊക്കെ കണ്ട് കോഴി. അപ്പം ഇനി ഞാൻ പോകുന്നത് പുഴയിലേക്കാട്ടോ. മുന്നിൽ പോണത് റെനീഷാണ്. റെനീഷ് വ്ളോഗ്സ് വീഡിയോസൊക്കെ ഇടുന്ന യൂട്യൂബറാട്ടോ. അപ്പം അവൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ തോടിൻ്റെയും പുഴയുടെയൊക്കെ കേട്ടോ. അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനും ഒന്ന് കാണാൻ വന്നതാട്ടോ. അതിനോടൊപ്പം ആ വെള്ളമല്ലേ പിന്നെ സൂപ്പർ വെള്ളമല്ലേ. ഓ അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി. ഞണ്ടോ? എനിക്ക് കാല് ഞണ്ടില്ലേ കാണാവോടാ? കണ്ട് സംഭവത്തിനെ കണ്ടു. കാണുന്നില്ലല്ലോ എനിക്ക്. ഞണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അങ്ങോട്ട് നിക്ക് ഞങ്ങളെ വേദനിപ്പിച്ചില്ല കേട്ടോ. പാവമുണ്ട്. തിരിച്ച് ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ വിട്ടു കേട്ടോ. അവരത് വീണ്ടും അത് ആ കല്ലിൻ്റെ ഇടുക്കിലേക്ക് പോയി. ഞണ്ടിനെ പിടിച്ച് തിന്നുന്നത് വരെ ഉണ്ടല്ലോ.
കടിച്ചോ? എവിടെ? വെള്ളത്തിലാണോ പുഴു? അയ്യോ, ഇത് വെള്ളത്തിൽ നിന്നാണോടാ കടിച്ചേ? ഈശ്വരാ, ഇനി എന്താ ചെയ്യാ? ചേച്ചി ഒരു ഒരുപാട് ഇഷ്ടമായി. എന്താ രസമാണ്, വന്ന് കാണണം കേട്ടോ. ഇവിടെ ഒരു റിസോർട്ടും ഉണ്ട്. എല്ലാവരും പോരും. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് മനോഹര കാഴ്ചകളാണെന്നറിയോ? ഓ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്താ രസം. കൊടക്കാട്ടുപാറല്ലേ സ്ഥലം? വലിയ വൈകിട്ടോ എൻ്റെ പൊന്നും കാണാൻ വയ്യ. അടിപൊളി. ഒരുപാട് പക്ഷെ കടി കിട്ടും കടി സാധനമുണ്ട്. കൊക്കപ്പുഴു അല്ലല്ല, എന്താണ് അട്ടപ്പുഴുവിന് നല്ല കടിച്ചിൽ കേട്ടോ. ധൈര്യമുള്ളവരൊക്കെ പോയി. എത്തിക്കാൻ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ബെസ്റ്റ്. അപ്പം നിങ്ങൾ കാണുക, അഭിപ്രായം പറയുക കേട്ടോ. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾ പറയുക. എല്ലാത്തിനും കാരണക്കാരനായ ഞാനാണ് കേട്ടോ. അതെ, റനീഷ്. രതീഷ് പോയോ?
ഇനിയും വരുന്നതായിരിക്കും കേട്ടോ പുറകെ അൺലിമിറ്റഡ് ആയി. എന്താ ഹായ് ഹായ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുഴയിലെ പുഴയിലോട്ടോ തോട് കാഴ്ചകളൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വരുന്ന വഴിക്ക് കാട്ടുപൂക്കൾ കാട്ടുചെടികളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. നമുക്ക് പേരറിയാത്ത. അപ്പോൾ അതൊക്കെ കാണിച്ച് പിന്നെ നമ്മുടെ കൊങ്ങിണിപ്പൂവില്ലേ, പണ്ടതൊക്കെ പൂക്കളം ഇടുന്നതൊക്കെ പൂവൊക്കെ കേട്ടോ. ഇതിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പൂക്കളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി എനിക്ക് വീട്ടിലെത്തണം. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രാ മധ്യത്തിലുള്ള കുറച്ച് കാഴ്ചകളോട് കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ. കോഴിയുണ്ടോ? ആ റംബൂട്ടാൻ പൂ ഇട്ടിട്ടുണ്ടല്ലോ. കവറിലിട്ടോ. അപ്പം ഞാൻ KSRTCക്ക് ആട്ടോ തിരിച്ചു പോണേ. വൈകുന്നേരം ഒക്കെ ഇവിടെ KSRTC വരും കേട്ടോ. അപ്പം താഴേക്ക് നോക്കിയാൽ നമുക്ക് ഭയാനകമായിട്ട് പേടി വരും കേട്ടോ. ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ കിട്ടുക ഇതിലേക്ക്. അപ്പം ഞാൻ വളരെയധികം പേടിച്ച് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. Till then, take care. Tata, bye bye. See you.